4/7/26 വെള്ളിയാഴ്ച വൈകുന്നേരത്ത് 5 മണിയോടുകൂടി ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആര്യാട് പഞ്ചായത്തിൽ മുരിയൻ വെളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അഖിൽ 25 വയസ്സ്, അച്ചു എന്നും അയാളെ വിളിക്കും. വീട്ടിൽ അയാൾ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ് പ്രതികളായിട്ടുള്ള ഈ ഷെൽജൂക്കും അനന്തു ഇവർ വന്നതെന്ന് പറഞ്ഞാൽ, ഈ അനന്തു ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസുണ്ടായിരുന്നു, ഒരു മൊളസ്റ്റേഷൻ കേസിലെ പ്രതിയും. അതുപോലെ ഈ ഷെൽജൂക്ക് അടൂർ സ്റ്റേഷൻ പരിധിയിൽ ഒരു ബാറിൽ പോയി അടിയുണ്ടാക്കിയിട്ട് അവിടെ 307 കേസിലെ പ്രതിയായിട്ടൊരു കേസുണ്ടായിരുന്നു അവസാനമായിട്ട്. അപ്പോൾ ഈ കേസിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഈ മരണപ്പെട്ട അഖിലിനോട്, അവർ തമ്മിൽ നേരത്തെ പരിചയക്കാരും സുഹൃത്തുക്കളുമൊക്കെ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഭയം തേടിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അത് കുറേ പ്രാവശ്യം ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ അഖിൽ ഫോൺ എടുക്കാതിരിക്കുകയും പൈസ ആവശ്യപ്പെട്ടിട്ട് പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നേരത്തെ ഉണ്ടായിരുന്നു. പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഹരിപ്പാട് നിന്ന് ഇവരൊരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ റമദ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും, റമദ ഹോട്ടലിൽ പോയി മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അഖിലിൻ്റെയും ഈ ഷെൽജൂക്കിൻ്റെയും തമ്മിൽ പരിചയമുള്ള മറ്റൊരു സുഹൃത്തിനെ കാണുകയും അവൻ്റെ അടുത്ത് ഈ വീട് കൃത്യമായിട്ട്, ഇവർ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആ വഴി അവന് അത്ര വശമില്ലാത്തതുകൊണ്ട് വീട് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സുഹൃത്ത് കൊണ്ടുവന്ന് ഈ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ പരിചയക്കാരായതുകൊണ്ട് കാണിച്ചു കൊടുത്തു. അതിനുശേഷം മറ്റേ സുഹൃത്തിങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ കയറി ഇവരുമായിട്ട് സംസാരമായി, വാക്കുകൾക്കുമായി കത്തിക്കുത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തിരിച്ചവിടുന്ന് റോഡിൽ വന്നു ഒരു ഓട്ടോറിക്ഷ വിളിച്ചു നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ഇവർ ട്രെയിനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ കുറച്ച് സമയം അവിടെ ഒരു റെസ്റ്റ് റൂമിലും ഒക്കെ കയറി ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ CCTV വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം ഇവർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഒരു പാസഞ്ചർ ട്രെയിനിലേക്ക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കയറുന്നുണ്ട്. കയറിയിട്ട് മറുവശത്ത് പ്ലാറ്റ്ഫോമിൽ CCTV ഇല്ല. മറുവശത്തുകൂടി ഇറങ്ങിയിട്ട് ഇവർ നേരെ റോഡിൽ പോയി, റോഡിൽ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ വരിക. പോലീസ് അവിടുന്ന് ഒരു കോഴിക്കോട് ബസ്സിൽ കയറി കുന്നംകുളത്ത് ഇറങ്ങി. കുന്നംകുളത്ത് രാത്രിയിൽ 2:30 മണിയോടുകൂടി അവിടെ ഒരു ലോഡ്ജിൽ റൂമെടുത്തു. ഈ സമയത്ത് നമ്മുടെ ഇവിടെ നിന്നുള്ള പോലീസ് ടീം കുന്നംകുളത്ത് എത്തിയതായിട്ട് മനസ്സിലാക്കി കുന്നംകുളം പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ലോഡ്ജിൽ എത്തുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തന്നെ അവരവിടെ വെക്കേറ്റ് ചെയ്ത് രാത്രി 2:30 മണിയോടുകൂടി അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഒരു ലോറിയിൽ ഇവർ മംഗലപുരം ഭാഗത്തേക്ക് പോയി. മംഗലപുരം ഭാഗത്ത് ചെന്ന പോലീസ് പിന്നാലെ നമ്മുടെ പോലീസ് ടീം ഇവർ ബാംഗ്ലൂർ ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ഇവർ മംഗലപുരം മൈസൂർ വഴി ബാംഗ്ലൂരും എത്തിച്ചേർന്നു. പോലീസ് അവിടെ എത്തുമെന്ന് മനസ്സിലാക്കി തിരിച്ച് വീണ്ടും ഇവർ അടുത്ത ട്രെയിനിൽ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ വന്നിറങ്ങി. കായംകുളത്തോ മറ്റുമൊക്കെ ഇറങ്ങിയാൽ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളിയിലാണ് ഇറങ്ങിയത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓച്ചിറയിലുള്ള ഈ രണ്ടാം പ്രതിയുടെ ഒരു ഒളി സങ്കേതത്തിലേക്ക് പോകുന്ന വഴിയാണ് രാത്രി ഒരു 7:30-8 മണിയോടുകൂടി നമ്മുടെ നോർത്ത് CI MJ അരുണും അതുപോലെ SI ദേവിക തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ രാത്രി അറസ്റ്റ് ചെയ്യുകയും ഇന്നിപ്പോൾ ബാക്കി നടപടികളും എല്ലാം ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പക്ഷേ റിൻസി മുംതാസ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ റിൻസി മുംതാസ് എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ തിരിച്ചു കൊണ്ടുവന്നതിന് ഒരു മീഡിയം ക്വാണ്ടിറ്റി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ ഷെൽജൂക്കിനും ഒരു 10ഓളം കേസ്
ഇങ്ങോട്ട് സാറേ മുന്നിക്കൊന്ന് കൊണ്ടുവരും.